ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മളെ സ്വന്തം പ്രിയങ്കാജി വയനാട്ടിൽ മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കൽപ്പറ്റയിൽ 2 ദിവസം കഴിഞ്ഞെത്തി ഒരു പ്രസംഗമൊക്കെ നടത്തി. അതിൽ സന്തോഷത്തിൻ്റെ പേരിലാണോ അതോ എന്താണെന്ന് അറിഞ്ഞില്ല, ഒരു വാക്ക് മലയാളമൊക്കെ സംസാരിച്ച് അണികളൊക്കെ ആവേശത്തിലായി. അവർക്കൊരു വാഗ്ദാനവും നൽകി. എന്താണ് അന്ന് പ്രിയങ്കാജി ജനങ്ങളോട് പറഞ്ഞത് ഒന്ന് കേട്ടിട്ട് വരാം. ഞാൻ മലയാളം പഠിക്കാൻ നന്നായിട്ട് ഞാൻ മലയാളം പഠിക്കാൻ പോവുകയാണ്. Because I want to talk to all my sisters and know each and every little problem they have. കാരണം എനിക്ക് ഇതാണ് അന്ന് പ്രിയങ്ക ഗാന്ധി കൽപ്പറ്റയിൽ പറഞ്ഞത്. ഞാൻ മലയാളം പഠിക്കാൻ പോവുകയാണ്, നിങ്ങളോട് 2 വാക്ക് മലയാളത്തിൽ സംസാരിക്കണം, നിങ്ങളെ കാര്യങ്ങളൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞു പോയ പ്രിയങ്കാജി 2 ദിവസം മുമ്പ് കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിൽ എത്തുകയും അത് കഴിഞ്ഞ് നേരെ നമ്മുടെ സതീശൻ നയിക്കുന്ന മലയോര സമര പന്തലിലെത്തുകയും അവിടെ പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞ് പ്രിയങ്കാജി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പം നാട്ടുകാരെ വിളിച്ചു പറഞ്ഞു, മലയാളത്തിൽ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കേട്ട് പ്രിയങ്കാജി രണ്ടാമതും മൈക്കിനടുത്ത് എത്തി എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം. I'm learning now. I'm finding a Malayalam teacher. I'm going to tell you more than 2 words next time I come. ആഹാ, അടിപൊളി. അപ്പോൾ മലയാളം പഠിപ്പിക്കാനുള്ള ടീച്ചറൊന്നും കിട്ടിയിട്ടില്ല. ടീച്ചറൊക്കെ വെച്ചിട്ട് മലയാളം പഠിച്ചിട്ട് 1 അല്ല 2 വാക്ക് അടുത്ത പ്രാവശ്യം സംസാരിക്കുന്നത് ഉറപ്പൊക്കെ കൊടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം പ്രിയങ്കാജി വയനാട്ടിൽ വന്ന് 2 വാക്ക് സംസാരിക്കുന്നതും കാത്ത് വെയിറ്റ് ചെയ്ത് ഞാനും നിൽക്കുകയാണ്. എന്തായാലും എത്തിക്കഴിഞ്ഞാൽ ഞാനും എത്തും. അപ്പോൾ ഓക്കെ, ബൈ.